Good morning, everyone. Today we are discuss about corporate social responsibility. Corporate social responsibility or CSR is a business model that the company follows to integrate social and environmental concerns in their business operations. CSR is the company's effort to pay back the stakeholders and the public who contributed to their growth and success. CSR cannot be termed as a charity. It is a way to make social good towards various aspects of society and the environment. അതായത് സി എസ് ആർ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു ബിസിനസ് മോഡലാണ്, ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സി എസ് ആർ എന്താണ്. ഒരു കമ്പനിക്ക് സൊസൈറ്റിയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കാം, സൊസൈറ്റിയിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ബിസിനസ് ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാം, അതിനെയാണ് സി എസ് ആർ എന്ന് പറയുന്നത്. കമ്പനിയുടെ എഫേർട്ടാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സായ കസ്റ്റമേഴ്സ്, പബ്ലിക്, അവർക്ക് എന്ത് ചെയ്യാണ്, അവരെ തിരിച്ചു പിടിക്കാനുള്ള അവർക്ക് എത്രത്തോളം ഗ്രോത്തിന് വേണ്ടി, സക്സസ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനെയാണ് സി എസ് ആർ എന്ന് പറയുന്നത്. അത് സി എസ് ആർ കമ്പനിയുടെ ഓരോ പ്രവർത്തനങ്ങളും സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എഫേർട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് സി എസ് ആർ എന്ന് പറയുന്നത്. സി എസ് ആർ കനോട്ട് ബി ടേംഡ് ആസ് എ ചാരിറ്റി. ഇതെന്തല്ല, ചാരിറ്റി അല്ല, പക്ഷേ ഇതെന്താണ്, ഒരു സോഷ്യൽ ഗുഡ് ടുവാർഡ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. നമ്മൾ സൊസൈറ്റിക്ക്, കമ്പനിക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും, അതിനെയാണ് സി എസ് ആർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് സി എസ് ആർ കമ്മിറ്റി. ഈ സി എസ് ആറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റിയാണ് സി എസ് ആർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ കമ്പനിയിലെ സെക്ഷൻ 149 സബ്സെക്ഷൻ 4 ഈ ഒരു കമ്പനീസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഈ ഒരു കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് അവരുടെ മെയിൻ ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് ടു ദി ബോർഡ് a CSR policy which shall indicate the activities to be undertaken by the company as specified in scheduled seats. അതായത് ഇവിടെ എന്ത് ചെയ്യാണ്, ഫോർമുലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക, ബോർഡിന് റെക്കമെൻഡ് ചെയ്യാണ് സി എസ് ആർ പോളിസി എന്തൊക്കെയാണ്, അതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യലാണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് റെക്കമെൻഡ് ദി എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഓൺ ദി ആക്ടിവിറ്റീസ് റിഫേർഡ് ടു ഇൻ ക്ലോസ് 1. ക്ലോസ് 1 പറയുന്ന പോലെ, അതായത് റെക്കമെൻഡ് ചെയ്യുകയാണ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നുള്ളതൊക്കെ റെക്കമെൻഡ് പറയലൊക്കെ ഈ ഒരു കമ്മിറ്റിയുടെ പോളിസിയിൽ വരുന്നതാണ്, അവരുടെ ഫങ്ഷനിൽ വരുന്നതാണ്. ടു മോണിറ്റർ ദി സി എസ് ആർ പോളിസി ഓഫ് ദി കമ്പനി ഫ്രം ടൈം ടു ടൈം. ഇവരെന്ത് ചെയ്യാണ്, കമ്പനി ടൈം ടു ടൈം ഈ സി എസ് ആർ പോളിസി മോണിറ്റർ ചെയ്യുന്നതിനാണ് മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. കമ്പനിയിൽ ഇവരുടെ പോളിസി എന്തൊക്കെയാണെന്ന് ഈ ഒരു സി എസ് ആർ കമ്മിറ്റി എന്ത് ചെയ്യും, കമ്പനിയിലുള്ള പോളിസി എന്തൊക്കെയാണെന്ന് എപ്പോഴും ഇവരെന്ത് ചെയ്യും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെ പറ്റും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ആക്ടിവിറ്റീസ് അണ്ടർ സി എസ് ആർ. സി എസ് ആറിലെ അണ്ടറിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഡൺ ചെയ്യുന്നത്. അതായത് സി എസ് ആർ ആക്ടിവിറ്റി ഷാൾ ബി അണ്ടർടേക്കൺ ബൈ ദി കമ്പനി ആസ് പെർ ഇറ്റ്സ് സ്റ്റേറ്റഡ് സി എസ് ആർ പോളിസി എക്സ്ക്ലൂഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ പെർസ്യൂവൻസ് ഓഫ് ഇറ്റ്സ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു കമ്പനി സി എസ് ആർ പോളിസിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബോർഡ് ഓഫ് ദി കമ്പനി മേ ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് സി എസ് ആർ ആക്ടിവിറ്റീസ് അപ്രൂവ്ഡ് ബൈ ദി സി എസ് ആർ കമ്മിറ്റി. കമ്പനിയിലെ ബോർഡാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, സി എസ് ആർ കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ബോർഡാണ്. ത്രൂ എ രജിസ്റ്റേർഡ് ട്രസ്റ്റ് സൊസൈറ്റി, ഇറ്റ്സ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി, ഈ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി കമ്പനി ഓർ അസോസിയേറ്റ് കമ്പനി അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി ആക്ട്, അമെൻമെൻറ്റ് ആക്ട് ഫോർ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2009. അതായത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, കമ്പനിയിൽ ബോർഡ് ഓഫ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് എന്താണ്, സി എസ് ആർ കമ്മിറ്റി അപ്രൂവ് ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇവരാണ്. ഇത് രജിസ്റ്റേർഡിലായിരിക്കും, ഒരു ട്രസ്റ്റ് വഴി അല്ലെങ്കിൽ സൊസൈറ്റി ഒരു ഹോൾഡിംഗ് വഴിയായിരിക്കും. ഇനി ഈ ഒരു ആക്ട് പ്രകാരം എന്തൊക്കെയാണ് അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ള, അമെൻമെൻറ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2019 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റിൽ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് അമെൻമെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി വേർഡ് 3 immediately preceding financial year, the words or the company has not completed the period of 3 financial years since its incorporation during such immediately preceding financial years shall be inserted. അതായത് ഇവർ കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് along with the 3 words
along with the words, ഈ വേർഡ്സിൻ്റെ കൂടെ തന്നെ 3 immediately financial preceding years ഉണ്ടായിരിക്കണം. അതുപോലെ the words or where the company has completed the period of 3 financial years. ഇവരിങ്ങനെ ഒരു CSR കമ്മിറ്റി കൊണ്ടുവരണമെങ്കിൽ അവരെന്ത് ചെയ്യണം? 3 years ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡ്യൂറിങ് സച്ച് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ഷാൾ ബി ഇൻസേർട്ടഡ്. രണ്ടാമതായിട്ട് പറയുന്നതാണ് എനി എമൗണ്ട് റിമൈനിങ് അൺസ്പെൻഡ് അണ്ടർ സബ്സെക്ഷൻ 5. ഏതെങ്കിലും എമൗണ്ട് അൺസ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ സബ്സെക്ഷൻ 5 പ്രകാരം ഏതെങ്കിലും എമൗണ്ട് അൺസ്പെൻഡ് ആയിട്ട്, അത് സ്പെൻഡ് ചെയ്യാണ്ടുണ്ടെങ്കിൽ പെർസ്യൂവൻറ്റ് ടു എ ഓൺഗോയിങ് പ്രോജക്റ്റ് ഫുൾഫില്ലിംഗ് സച്ച് കണ്ടീഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ് undertaken by a company in pursuance of its corporate social responsibility policy. അതായത് അത് സ്പെൻഡ് ചെയ്യാത്ത എമൗണ്ടൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? ഇവർ ഈ ഒരു CSR കമ്മിറ്റി അവരുടെ പോളിസി അഡോപ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കും. പിന്നെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മേ ഗീവ് സച്ച് ജനറൽ ഓർ സ്പെഷ്യൽ ഡയറക്ഷൻ ടു എ കമ്പനി ഓർ ക്ലാസ് ഓഫ് special. Yes, the central government may give such general or special direction to companies if it considers necessary to ensure compliance of provisions of this section. സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജനറൽ ഓർ സ്പെഷ്യൽ ഡയറക്ഷൻ കമ്പനീസിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു CSR വഴി. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന് പറയും. സെബി ആക്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1988 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1988 ടു റെഗുലേറ്റ് ദി ഫങ്ഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സെബി പ്രൊമോട്ട്സ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആറ്റ് 1992 is an act of the Parliament of India enacted for regulation and development of the securities market in India. It was amended in the years 1995. 1995 ഇത് അമെൻഡ് ചെയ്തിട്ടുള്ളത്. 1999 and 2002 to meet the requirements of changing needs of the securities market. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിന് വരുന്ന റീസൺസ്, സെബി എന്തുകൊണ്ടാണ് കൊണ്ടുവരാൻ കാരണം, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസസിൻ്റെ മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ കമ്പനീസ് മാനിപ്പുലേറ്റഡ് ദി പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് ടു പുഷ് അപ്പ് ദി പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് സെക്യൂരിറ്റീസ് പ്രൈസസിൽ എന്ത് വരും? ഓരോ കമ്പനീസും ഒരു മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അപ്പോൾ പുഷപ്പ് ചെയ്യും, പ്രൈസ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തെ പറഞ്ഞാൽ പ്രൈസ് റിഗ്ഗിങ്, അതായത് കുറേ സ്പെക്കുലേറ്റേഴ്സ് ഉണ്ടാവും, കച്ചവടക്കാരുണ്ടാവും. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? അവർ പ്രൈസ് കൂട്ടാനുള്ള, കാരണം കുറഞ്ഞ സാധനത്തിന് വാങ്ങി കൂടുതൽ പ്രൈസിന് വിൽക്കുമ്പോൾ ഒരു പ്രൈസ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്, കമ്പനീസ് ഏജൻറ്റ്സ് ആൻഡ് ബ്രോക്കേഴ്സ് ഇൻഡൽജഡ് ഇൻ ഇൻസൈഡർ ട്രേഡിങ് വിച്ച് ക്രിയേറ്റഡ് വൈഡ് ഫ്ലക്ച്വേഷൻ ഓഫ് പ്രൈസസ് ഇൻ സെക്യൂരിറ്റി. ഈ ഒരു ഇൻസൈഡർ ട്രേഡിങ്ങും എന്തുണ്ടാക്കും? കമ്പനിയിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസസിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാം. അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർത്ത് വൺ ആണ് ഡിലേ ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിൽ ലിസ്റ്റ് നടത്തുമ്പോൾ ഡിലേ വരുത്തുക. അപ്പോൾ ആ സെറ്റിൽമെൻറ്റൊക്കെ ഡിലേ ആകുമ്പോഴും ഇങ്ങനൊരു പ്രശ്നം വരാം. പിന്നെ പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ടു ദി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ ഫണ്ട് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സെബി കൊണ്ടുവന്നിട്ടുള്ളത്. ലാസ്റ്റ് പറയുന്നതാണ് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സിൽ എന്തുണ്ടാവുന്നില്ല? കൺട്രോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ കൺട്രോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർ ഇസ് നോ പ്രോപ്പർ കൺട്രോൾ ഓവർ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ജോബേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. അവർക്ക് ഒരു കൺട്രോൾ ഇല്ല. അപ്പോൾ അത് ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു സെബി കൊണ്ടുവരാനുള്ള റീസൺസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫങ്ഷൻ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദി സെക്യൂരിറ്റീസ് മാർക്കറ്റിലുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്
Second one, to promote the development and hassle-free functioning of the securities market. Securities മാർക്കറ്റിൽ എന്ത് കൊണ്ടുവരികയാണ്? പുതിയ ഡെവലപ്മെൻറ്റ്, അവരുടെ ഫങ്ഷനിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. തേർഡ് വൺ, ടു റെഗുലേറ്റ് ദി ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ബിസിനസ് ഓപ്പറേഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Next one, to serve as a platform for portfolio managers, bankers, stock brokers, investment advisors, merchant bankers, registrars, share transfers and agents and other people. അതായത് ഇവർക്ക് എന്താണ് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാണ്. അതായത് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, അതുപോലെ ബാങ്കേഴ്സും ബ്രോക്കേഴ്സും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി സെല്ല് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സെബി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുകയാണ്. To regulate the task instructed on depositors, credit rating agencies, custodians, securities, foreign portfolio investors and other participants. അതായത് ഓരോ ടാസ്കും ഡെപ്പോസിറ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസോ അല്ലെങ്കിൽ കസ്റ്റോഡിയൻസോ സെക്യൂരിറ്റീസ് അവരുടെയൊക്കെ ടാസ്കുകൾ റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതും സെബിയാണ്. അതുപോലെ തന്നെ ടു എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ദെയർ ഇൻ്റർമീഡിയറ്റ്സ്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്താണെന്നുള്ളതും അതുപോലെ അവിടുത്തെ ഇൻ്റർമീഡിയറ്റ്സ് അവരൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സെബിയുടെ ഫങ്ഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു പ്രോഹിബിറ്റ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് വിത്തിൻ ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് റിലേറ്റഡ് ടു ഇറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഫ്രോഡുലൻ്റ്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചതിച്ചു വഞ്ചിച്ചു കൊണ്ടൊക്കെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും, ട്രേഡ് ആക്ടിവിറ്റീസ്, അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കമ്പനി ടേക്ക് ഓവർ ദി അക്വിസിഷൻ ഓഫ് ഷെയർസ്. കമ്പനിക്ക് എന്ത് ചെയ്യാണ്? ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഈ ഒരു സെബിയുടെ ഫങ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ജനറൽ സുപ്പീരിയഡൻസ്. എന്താണ് സെബിയുടെ ജനറൽ സുപ്പീരിയഡൻസ് എന്ന് പറയുന്നത്? The general superintendent direction and management of affairs of boards are vested with the board of directors. സെബിയിലെ ജനറൽ സൂപ്രണ്ടൻസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും അത് ഡൺ ചെയ്യുന്നത്? അവിടുത്തെ ആക്ടിവിറ്റീസും അവിടുത്തെ ആക്ട്സും കാര്യങ്ങളൊക്കെ ഡൺ ചെയ്യുന്നത് അവർ ബോർഡായിരിക്കും. സെക്യൂരിറ്റീസ് കമ്പനിയിലെ ബോർഡായിരിക്കും ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. The chairman shall also have the power of general superintendent and direction of affairs. ഇവിടെ എന്തായിരിക്കും? ചെയർമാനാണ് ജനറൽ സൂപ്രണ്ടൻ്റെ പവറും അതുപോലെ അവിടുത്തെ അഫയേഴ്സ് ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും എക്സസൈസ് ചെയ്യാനുള്ള പവർ ഉള്ളത്, എല്ലാ ആക്ഷൻസും ചെയ്യുന്നത് ഈ ഒരു ജനറൽ സൂപ്രണ്ടൻസ് ആണ്. നെക്സ്റ്റ് ആണ് സെബി ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സെബിയും സെൻട്രൽ ഗവൺമെൻറ്റും. സെബി റിസീവ്ഡ് എ ഗ്രാൻഡ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ടു കണ്ടക്ട് ഇറ്റ് ആക്ടിവിറ്റി. സെബിക്ക് എന്ത് വേണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫീസ് കളക്ട് ചെയ്യുക, ചാർജസ് കൊടുക്കുക, അങ്ങനത്തെ ആക്ടിവിറ്റീസിൻ്റെ അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് അവർ സമ്മതിക്കണം. A fund called a general fund is created and all the grant and fees are credited in the account. ആ അക്കൗണ്ടിലേക്കാവും എന്ത്? എല്ലാ ഫണ്ടും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നത്, അതായത് വരുന്നത്. ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി, ബോർഡ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, അതുപോലെ സ്റ്റാഫിൻ്റെ റിമ്യൂണറേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദി പവർ ടു ഇഷ്യൂ ദി ഡയറക്ഷൻ ടു ദി ബോർഡ്. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്ത് പവർ ഉള്ളത്? ബോർഡിൻ്റെ ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സെബിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ദ പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത് പോളിസി മാറ്റേഴ്സും ഈ കമ്പനി പ്രൈമറി മാർക്കറ്റ് രജിസ്ട്രേഷൻ അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് ഈ ഒരു പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതെന്ന് പറയും ഇവർ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിസീസും അതുപോലെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ റെഗുലേഷനുമാണ് ഈ ഒരു സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇഷ്യൂ മാർക്കറ്റ് ആൻഡ് ഇൻ്റർമീഡിയറി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇഷ്യൂ മാർക്കറ്റും അതുപോലെ ഇൻ്റർമീഡിയറി ഡിപ്പാർട്ട്മെൻറ്റും ഇവർ മെയിൻ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഓൾ ദി പ്രോസ്പെക്ടസ് ആൻഡ് ലെറ്റർ ഓഫ് ഓഫർ ഫോർ പബ്ലിക് ഇഷ്യൂ ആൻഡ് റൈറ്റ് ഇഷ്യൂ നടത്തുക, പബ്ലിക് ഇഷ്യൂ നടത്തുക, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെ ഈ ഒരു ഇഷ്യൂ മാർക്കറ്റ് ആൻഡ് ഇൻ്റർമീഡിയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. മെർജേഴ്സ് ആൻഡ് റിക്വിസിഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, റിസർച്ച് ആൻഡ് പബ്ലിക് ഡെവലപ്മെൻറ്റ്. അതായത് ഇവിടെ എന്ന് പറയാൻ എല്ലാ
പ്രോസ്പെക്ടസും അതുപോലെ ലെറ്റർ ഓഫ് ഓഫർ ഫോർ പബ്ലിക്കും റൈറ്റ് ഇഷ്യൂ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റ് പോളിസിയിലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് ലുക്ക്ഡ് ആഫ്റ്റർ ഓൾ ലീഗൽ, ഇതെല്ലാതും എന്തായിരിക്കും ലീഗലായിരിക്കും. ഓൾ ലീഗൽ മാറ്റേഴ്സ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ജനറൽ കൗൺസിൽ. ജനറൽ കൗൺസിലിൻ്റെ സൂപ്പർവിഷനോട് കൂടിയുള്ള എല്ലാ ലീഗൽ മാറ്റേഴ്സുമാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്, നമ്മൾ അന്വേഷിക്കുകയാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സെബി. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. അതായത് മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സാണ് സെബിക്ക് വരുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ സേവിങ്സ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അത് സ്റ്റഡി ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് സെബിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റെഗുലേറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് ഷെയർ ദെയർ പ്രാക്ടീസസ് ബൈ ദി ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഫെയർ പ്രാക്ടീസസ് ഒക്കെ എൻഷുർ ചെയ്യുക, അതായത് നീതിപൂർവമായിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ എൻഷുർ ചെയ്യുക. അതുപോലെ സെക്യൂരിറ്റി മാർക്കറ്റിനെ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് പ്രൊമോട്ട് എഫിഷ്യൻ സർവീസസ് ബൈ ബ്രോക്കർ, മർച്ചൻ്റ് ബാങ്കർ അതർ ഇൻ്റർമീഡിയറ്റ്. എഫിഷ്യൻ സർവീസസ് ബൈ ബ്രോക്കറിൻ്റെ എഫിഷ്യൻ സർവീസസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ മർച്ചൻ്റ് ബാങ്കർ, ഇൻ്റർമീഡിയറ്റ് ഒക്കെ സർവീസസും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യലാണ് മെയിനായിട്ട് വരുന്ന 3 ഒബ്ജക്റ്റീവ്സിൽ. നെക്സ്റ്റ് പറയുന്നതാണ് പവേഴ്സ് ഓഫ് സെബി. സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണ്? അതായത് കുറേ പവേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് പവേഴ്സ് എന്ന് പറഞ്ഞാൽ കാൾ ഫോർ പീരിയഡിക്കൽ റിട്ടേൺ ഫ്രം ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള പീരിയഡിക്കൽ റിട്ടേൺ വിളിക്കാനുള്ള പവർ സെബിക്കുണ്ട്. അതുപോലെ കാൾ ഫോർ എനി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഇറ്റ്സ് അഫയേഴ്സ്. എന്തെങ്കിലും എക്സ്ചേഞ്ചുമായിട്ട് നടത്തിയിട്ടുള്ള എന്തെങ്കിലും അഫയേഴ്സിൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് വിളിക്കാനുള്ള പവർ സെബിക്കുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസിന് ലിസ്റ്റ് ഷെയർസ് ലിസ്റ്റ് ചെയ്യാനുള്ള അതിന് കമ്പൽ ചെയ്യാനുള്ള പവറും ഇവർക്കുണ്ട്, സെബിക്കുണ്ട്. അതുപോലെ ഡയറക്ഷൻ കൊടുക്കുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡയറക്ഷൻ കൊടുക്കുക. അതുപോലെ ഗവേണിംഗ് ബോഡി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിന് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ബിസിനസ് ടു റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സസ്പെൻഡ് ചെയ്യാം. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അംഗീകാരം കൊടുക്കാം, വിഡ്രോവൽ ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിഡ്രോവൽ ചെയ്യാം, കോൺട്രാക്റ്റ് പ്രൊഹിബിറ്റ് ചെയ്യാം. അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് സെബിക്ക് വരുന്നത്. റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ബിസിനസ് ഓഫ് ഡീലിംഗ് ഇൻ സ്പോട്ട് ഡെലിവറി കോൺട്രാക്റ്റ്. റെഗുലേഷൻ നടത്തുക, അതുപോലെ ബിസിനസ്സൊക്കെ കൺട്രോൾ ചെയ്യാണ് സ്പോട്ട് ഡെലിവറി കോൺട്രാക്റ്റ് വഴി. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് സാറ്റ്, സെക്യൂരിറ്റീസ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. അതിൻ്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ സാറ്റ് എന്ന് ഷോർട്ടായിട്ട് പറയും. സെക്യൂരിറ്റീസ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 15K of the Securities and Exchange Board of India Act 1992 to hear and to dispose the appeals against order passed by the Securities and Exchange Board of India or by an adjudicating officer under the Act. അതായത് ഈ ഒരു ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ ഒരു സെക്ഷൻ 15K സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പ്രകാരമുള്ള സെക്ഷൻ 15K പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെക്യൂരിറ്റീസ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അതായത് സെബി ആക്ട് 1992 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ ഒരു സാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് പറയുന്നത് ടു ഹിയർ ആൻഡ് ഡിസ്പോസ് അപ്പീൽസ് അഗൈൻ ഓർഡേഴ്സ് പാസ്ഡ് ബൈ ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് സെബി എന്തെങ്കിലുമൊക്കെ അപ്പീലും കാര്യങ്ങളും അല്ലെങ്കിൽ ഓർഡറൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കുക അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു റൈറ്റ് ഉള്ള ഒരു ട്രൈബ്യൂണലാണ് സെക്യൂരിറ്റീസ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇതിൻ്റെ കോമ്പോസിഷൻ ഓഫ് സാറ്റ്. ഇതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്? ഇതിൽ 2 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. പ്രിസൈഡിങ് ഓഫീസറും ഉണ്ടായിരിക്കും, അതുപോലെ 2 അതർ മെമ്പറും ഉണ്ടായിരിക്കും. The presiding officer shall be appointed by the central government.
പ്രിസൈഡിങ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ഹിസ് നോമിനി. പ്രിസൈഡിങ് ഓഫീസർ ഓഫ് സാറ്റ്, പ്രിസൈഡിങ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഇൻ കൺസൾട്ടേഷൻ, ആരുടെ കൺസൾട്ടേഷന് കൂടിയാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അവരുടെ നോമിനിയുടെ കൺസൾട്ടേഷനോ കൂടിയാണ് ഈ ഒരു സാറ്റിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്വാളിഫിക്കേഷൻ ഓഫ് പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസർക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്? അതായത് എ സെറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. ഇയാൾ എന്തായിരിക്കണം? സെറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പം ഉള്ള ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ള, സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജഡ്ജായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നതാണ് എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലുള്ള ചീഫ് ജസ്റ്റിസ്, റിട്ടയർ ചെയ്തതോ ഇപ്പോൾ ഉള്ള ചീഫ് ജസ്റ്റിസ് ആവാം. അല്ലെങ്കിൽ വരുന്നതാണ് എ സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ഹു ഹാസ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 7 years ഓഫ് സർവീസ് ആസ് എ ജഡ്ജ് ഇൻ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൽ 7 years ജഡ്ജായിട്ട് ഉണ്ടായിട്ടുള്ള ആളായിരിക്കണം. ഈ മൂന്നാൾക്ക് മാത്രമേ പ്രിസൈഡിങ് ഓഫീസർ ആവാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് മെമ്പേഴ്സ്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ, എബിലിറ്റി, ഇൻറ്റിഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിങ്. അവർക്ക് എന്തുണ്ടായിരിക്കണം? ഇവരുടെ മെമ്പേഴ്സിൽ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ അവർക്ക് ഇൻറ്റിഗ്രിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ സ്റ്റാൻഡിങ്ങും ആയിരിക്കണം. പിന്നെ പറയുന്നതാണ് ഇയാൾക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എന്ത് കപ്പാസിറ്റിയാണ്? ഡീലിംഗ് വിത്ത് എ പ്രോബ്ലം റിലേറ്റിംഗ് ടു എ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഹാസ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് കോർപ്പറേറ്റ് ലോ. കോർപ്പറേറ്റ് ലോനെ കുറിച്ചിട്ടും അതിൻ്റെ എക്സ്പീരിയൻസ്, സെക്യൂരിറ്റീസ് ലോ, ഫിനാൻസ്, എക്കണോമിക് ആൻഡ് അക്കൗണ്ടൻസി, അതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ അതിനൊക്കെ ഉള്ള അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ആർക്കും ഉണ്ടായിരിക്കണം? ഈ സാറ്റിലെ മെമ്പേഴ്സിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് പവേഴ്സ് ഓഫ് സാറ്റ്. സാറ്റിൻ്റെ പവേഴ്സ്: സമ്മോണിങ് ആൻഡ് എൻഫോഴ്സിങ് അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ ആൻഡ് എക്സാമിനിങ് ഹിം ഓൺ ഓത്ത്. ഇവരുടെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ സമ്മോണിങ് ആൻഡ് എൻഫോഴ്സ് ചെയ്യാണ്, അതുപോലെ സമോൺ ചെയ്യാണ്. അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, ഓരോ പേഴ്സൻ്റെ അറ്റൻഡൻസ് അവരുടെ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയോടുകൂടി അവർ അറ്റൻഡൻസ് ചെയ്യുന്നു. അത് ചെയ്യേണ്ടത് ഇവരുടെ ഒരു പവറാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വയറിങ് ദി ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് പ്രൊഡക്ഷൻ, അതുപോലെ റിക്വയർ അത് ഡിസ്കവർ ചെയ്യുക. കമ്പനിയിലെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കവർ ചെയ്യുക, അത് നടത്തേണ്ടതും ഇവരുടെ പവറാണ്. പിന്നെ റിസീവിങ് എവിഡൻസ് ഓൺ അഫിഡേവിറ്റ്സ്, എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസ് റിസീവ് ചെയ്യുക. അതുപോലെ കമ്മീഷൻസ് ഇഷ്യൂ ചെയ്യുക. വിറ്റ്നസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിന് എക്സാമിനേഷൻ, വിറ്റ്നസും ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻസൊക്കെ ഇഷ്യൂ ചെയ്യുക. പിന്നെ ഡിസിഷൻസ് റിവ്യൂ ചെയ്യുക, അതുപോലെ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുക. അതുപോലെ സെറ്റിംഗ് അസൈഡ് എനി ഓർഡർ ഓർ ഡിസ്മിസൽ ഓഫ് എനി ആപ്ലിക്കേഷൻ. സെറ്റിംഗ് അസൈഡ് ചെയ്യണോ എനി ഓർഡർ അല്ലെങ്കിൽ ഡിസ്മിസൽ ഓഫ് എനി ആപ്ലിക്കേഷൻ. ഇത്രയാണ് പവേഴ്സ് ഓഫ് സാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഓർഡറിന് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈബ്യൂണൽ നിലനിൽക്കുന്നത്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 4th ചാപ്റ്ററിലുള്ളത്. അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററാണ് കമ്പനി മീറ്റിംഗ്സ്.